IMI ഗ്യാസും കിട്ടി, കുറച്ച് 3500 കായും കിട്ടി. എന്താ അതൊക്കെ ഒരു എ സി നോക്കണം എന്നായിക്കോട്ടെ നമ്മളും പോരാന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് പെട്ടതാണെങ്കിലോ കോട്ടക്കൽ കണ്ണം കണ്ടില്ല. അവിടുത്തെ പറ്റി നമ്മൾ നിരീക്ഷണം തുടങ്ങി. ഇന്ന അവിടുത്തെ സ്റ്റാഫ് നമ്മളെ കൊണ്ട് ഓരോന്ന് അങ്ങോട്ട് പരിചയപ്പെടുത്തി. ഫുൾ പേയ്മെന്റ് എടുത്തുകൊണ്ട് എ സി മേടിച്ചാൽ പോയാൽ നമ്മൾ EMI ക്കാണ് മാറി. EMI ബജാജും ക്രെഡിറ്റ് കാർഡൊക്കെ അവൈലബിൾ ആണ്. അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇച്ചങ്ങായിന്റെ ഡീലിംഗ്സ് ആണ്. ഇച്ചങ്ങായിന്റെ മാരിയുള്ള രണ്ടാൾക്കാരൊക്കെ കിട്ടിയാൽ മതി. നമ്മളെ ബിസിനസ് ഒക്കെ കഴിച്ചില്ല. ഏകദേശം കാര്യങ്ങളൊക്കെ കബൂലായി. നമുക്കൊരു ബില്ലാണ് ഗ്യാസിനായിട്ടും ബൽപ്പണ്ട് ബില്ലിനും ഇത്ര പൈസ അയച്ചിട്ട് ഓനക്ക് വലിയ കൂസലൊന്നുമില്ല. ഓൻ ഉസാറായിട്ട് കുത്തിറക്കണം. ഓൻ പറയും പേസ് കാലി നമ്മൾ കൈക്കിലേതാലും കായ് കൊണ്ടെടുക്കില്ല നമുക്കറിയാലോ. EMI ക്ക് ഗ്യാസ് എടുത്താൽ നമുക്ക് ഇങ്ങനെ എത്ര രൂപ റിട്ടേൺ കിട്ടി നിങ്ങൾക്ക് മനസ്സിലായ? ആ ട്രിക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നിങ്ങൾ അവിടെ തന്നെ പോയി ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ എ സി ഏതായാലും മുതലേക്കോളൂ. 5 വർഷത്തിന് ഫുൾ വാറന്റിയും കിട്ടി. വേറെയും കുറെ ഓഫറുകൾ. IMI ഗ്യാസും കിട്ടി, കുറച്ച് 3500 കായും കിട്ടി. എന്താ അതൊക്കെ ഇത്ര ഓഫറിൽ എ സി കിട്ടിയിട്ട് നമ്മൾ ഈ ഉണക്ക കടിയിൽ നിന്ന് ഓംപ്ലേറ്റ് മേടിച്ചെന്നാണ് നമ്മളെ പറ്റിച്ചു. അതൊന്നാണ് നമ്മൾ നേരെ നാട്ടുകാട് പോകുന്നത്. മസാല സോഡ ഉണ്ടാണ് നേരെ അങ്ങോട്ട് പോകുന്നത്. ആടന്റെ മുന്നിൽ കണ്ടമാന ആൾക്കാരായതോടെ നമ്മൾ അങ്ങോട്ട് പോയില്ല. അവിടെ സാധനം കഴിക്കുന്നു. നമ്മൾ സാധനം മേടിച്ചില്ല. നമ്മൾ നേരെ ഒരു പൈനാപ്പിൾ എടുത്തു. ഒറ്റ കടിക്കാൻ ഓന്റെ കിളി പോയിക്കും. ഭയങ്കര എരുവളി ചങ്ങായിരുന്നു. മദർലാൻഡ് ഒന്നുമില്ല. നമ്മൾ മസാല അടിച്ചൊരു സാധനം ഉണ്ട്. അത് നമ്മൾ നമുക്ക് ഏതായാലും ഒരു സോഡ ഏരിയ മതിയല്ലോ. സാധനം കലക്കിയിട്ട് പഠിച്ച റബ്ബ എജ്ജാതി എരിയോ ഇത് കുടിച്ചാണ്ട് നാളെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പോരാൻ സമയം ഉണ്ടാവുന്നാവാം. ഇത് മാറാൻ വേണ്ടിട്ട് ഒരു പേരക്കി എടുത്തു. പഠിച്ച റബ്ബ പണിക്കാരില്ലാത്ത സാധനം തന്നെ മെഷീനൊക്കെ നമ്മളെ നാട്ടിൽ ഇറങ്ങി ഒരു വളർച്ച ഗൂഗിൾ പിൻ ചെയ്ത് കാണിങ്ങനെ നോക്കണേ എവിടുന്ന സാധനം പറ്റില്ല. നേരെ പോയി കാണാൻ മെഷീന്റെ മുട്ടമണി പോയി പിടിച്ചു. അവിടെ നമുക്ക് സാധനം കിട്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വാനില മിൽഷേക്ക് ആ മിൽഷേക്ക് വലിച്ചുടിച്ചാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കോട്ടെ ബാക്കി നാളെ.